സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം 2033 എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ട് നവവത്സര ധ്യാനം വിശുദ്ധരോടുകൂടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥന പോരാ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. കാരണം വിശുദ്ധർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ച് കയ്യിൽ കുരുത്തോലയുമായി വെള്ളം നിലയെങ്കി മണിഞ്ഞ് കർത്താവിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ രാപ്പകലവിടുത്തെ ആരാധിക്കുന്നു. വെളിപാട് 7:14-15. സകല ജനതകളിലും ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിലും പെട്ട എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വലിയ കൂട്ടമുണ്ട് വിശുദ്ധരുടേത്. അതിൽ കത്തോലിക്ക സഭ നാമകരണം ചെയ്തത് 17,003 പേരാണ്. അവർ ഓരോ ദിവസവും നമ്മൾ ആരൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത് അത് നമ്മളൊന്ന് കേട്ട് അതിലെ ചില വിശുദ്ധരെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധരുടെ മാതൃകകളും വിശുദ്ധരുടെ പ്രാർത്ഥനകളും നമുക്ക് ആവശ്യമുണ്ട്. ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം വിശുദ്ധർ കർത്താവിന് വേണ്ടി ചെയ്തത് അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്നും കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. ഈ തിരുവചനങ്ങളെല്ലാം ഗൗരവത്തോടെ എടുക്കുന്ന കത്തോലിക്ക സഭ വിശുദ്ധരുടെ പ്രാർത്ഥനകളും വിശുദ്ധരുടെയും ഓർമ്മകളും ആചരിക്കുന്നു. തിരുവചനങ്ങൾ ഗൗരവത്തോടെ കാണാത്തവർ ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണ്ട, വിശുദ്ധരുടെ മധ്യസ്ഥം വേണ്ട, വിശുദ്ധരുടെ മാതൃക വേണ്ട, അവരെക്കുറിച്ച് പ്രഘോഷിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പഠിപ്പിക്കും. അത് പെന്തക്കോസ്തക്കാർ, യോഗവസാക്ഷികൾ, ബോണഗൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാരിൽ കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തിരുവചനങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഗൗരവത്തോടെ എടുക്കുന്നവർക്ക് ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി ഓർക്കാനുള്ള വിശുദ്ധർ ഡൊമിനിക് ദെ ഗുസ്മൻ. ഈ ഡൊമിനിക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞ് കാണാം. എമീലിയൻ ഓഫ് സിസിസ്കുസ്, ആൾട്ട്മൻ ഓഫ് പസാവ്, ബൊണിഫാസിയ റോഡ്രിഗെ കാസ്ട്രോ, ഡയോണീസിയൂസ് റബീനിസ്, എലവത്തേരിയൂസ് ഓഫ് കൺസ്റ്റാന്റിനോപ്പിൾ, എലിദിയൂസ്, എത്തൽഗിത്ത ഓഫ് നോർത്തുംബ്രിയ, എവ്സോബിയൂസ് ഓഫ് മിലാൻ, ഫമിയാനുസ് ഓഫ് കൊമ്പൊസ്റ്റെല്ല, ഗദയോൺ ഓഫ് ബസാങ്കോൻ, ഹോർമിസ്ദാസ് ഓഫ് പേർഷ്യ, ജോൺ ഫെൽട്ടൻ, ജോൺ ഫിംഗ്ലേ, ലിയോബാൾഡ് ഓഫ് ഫ്ലോറി, ലിയോണിദാസ് ഓഫ് കൺസ്റ്റാന്റിനോപ്പിൾ, മറീനുസ് ഓഫ് അൻസാർബ, മേരി ഒക്കില്ലോപ്പ്, മരിയ അന്ന റോസ ഖയാനി, മുമോലോസ് ഓഫ് ഫ്ലെറെ, മിറോൺ ദ വണ്ടർ വർക്കർ, പൗലോസ് ഗേ തിങ്ഷും, റാത്തോഡ് ഓഫ് ഡിസൻ, സെവരസ് ഓഫ് വിയന്ന, സിഗ്രാദ, ടെർനാസിയസ് ഓഫ് ബസാങ്കോൺ, ഉൾട്ടാൻ ഓഫ് ക്രൈഖെ, വില്യം ഓഫ് കസ്റ്റെല്ലമാറെ ദ സ്ഥാപിയ, വ്ളോജിമിയേഷ് ലസ്കോവ്സ്കി, മാർട്ടേഴ്സ് ഓഫ് അൽബാനോ 4 പേര്, മാർട്ടേഴ്സ് ഓഫ് റോം 5 പേര്, മാർട്ടേർഡ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ, മാർട്ടേഴ്സ് ഓഫ് എൽ സാലർ 5 ബയാറ്റിഫൈഡ്, അൻഡേറോ മാത്തയോ ഗാർസിയ, അന്തോണിയോ സിൽവെസ്ത്ര മോയ, ക്രൂസ് ലപ്ലാന ലഗൂന, ഫെർണാണ്ടോ എസ്പാനോൾ ബെർദിയെ, ലയോൺസിയോ ലോപ്പസ് റാമോസ്, മാനുവേൽ അറാൻഡ എസ്പെയോ, മരിയ ഡെൽ കൊൺസുവേലോ ഗൊൺസാലസ് റോഡ്രീഗ, മരിയാനോ പിനാറ്റ്യൂറോൺ, നിക്കോളാസ് ദെല തോറെ മെറീനോ, പൗളീനോ റേയോ ഗാർസിയ, പെദ്രോ അൽവാരസ് പെരസ്, റിക്കാർഡോ ലോപ്പസ് യെ ലോപ്പസ്, സന്തിയാഗോ അപ്രീസിയോ ലോപ്പസ്, മാർട്ടേഴ്സ് ഓഫ് ദ സലേരിയൻ വേ, സിറിയാക്കുസ് ലാർഗുസ് സ്മറാഗ്ദുസ്, ക്ലൗദിയ ഓഫ് സോർഗെ, ഗഥാനോ ഗിമേനസ് മാർട്ടിൻ, റെഗിൻ ലിൻഡ. കർത്താവിൻ്റെ നായ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം ആ ദമ്പതികൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം ആ ദമ്പതികളിൽ പെണ്ണിൻ്റെ ഉദരം അടച്ചു കളഞ്ഞു.
പക്ഷെ ആ പെണ്ണ് വിടാനുള്ള ഭാവമില്ല. അവൾ അടുത്തുള്ള ആശ്രമത്തിലേക്ക് എല്ലാ ദിവസവും പോയി. സീലോസിലെ ഡൊമിനിക്കിൻ്റെ ബെനഡിക്റ്റിൻ ആശ്രമം. അവിടുത്തെ കപ്പേളയിലിരുന്ന് പ്രാർത്ഥനയാണ്, സ്ഥിരമായ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾക്കൊരു ദർശനമുണ്ടായി. ഒരു നായ അവളുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ആ നായയുടെ വായിൽ കത്തുന്നൊരു പന്തം. ഭൂമിക്ക് ആരോ തീ കൊളുത്തിയിരിക്കുന്നു. ഇതാണ് ദർശനം. അത്ഭുതമെന്ന് പറയട്ടെ, അവൾക്കൊരു ശിശു ജനിച്ചു. അവള് ഡൊമിനിക് എന്ന് പേരിട്ടു. ഡൊമിനി, ഖാനിസ് എന്നീ വാക്കുകളുടെ സങ്കരമാണ് ഡൊമിനിക്. ഡൊമിനി കർത്താവ്, ഖാനിസ് നായ, കർത്താവിൻ്റെ നായ, ഡോഗ് ഓഫ് ദ ലോർഡ്. ഡൊമിനിക് എന്ന വാക്കിന് കർത്താവിൻ്റെ നായ എന്നാണ് അർത്ഥം. എന്താണ് ഈ അമ്മ ഇങ്ങനെ പേരിട്ടത് കുട്ടിക്ക്? ഡൊമിനിക്കും ഡൊമിനിക്കൻസും നമ്മളും കർത്താവിൻ്റെ നായ, പട്ടി ആകണം. എന്തിനാ? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വചനം കുരയ്ക്കണം. വചനം കുരയ്ക്കണം. പട്ടിയുടെ ഒരു ചുമതല കുരയ്ക്കലാണ്. വചനം പ്രഘോഷിക്കണം. കർത്താവിൻ്റെ നായ എന്ന നിലയിൽ കർത്താവിൻ്റെ വേണ്ടി കർത്താവിൻ്റെ വചനം കുരയ്ക്കണം. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ട്, നായയുടെ മറ്റൊരു പണി എന്താണ്? കാവൽ നിൽക്കുക. കാവൽ. യജമാനന് കാവൽ നിൽക്കുക. അവൻ്റെ സ്വത്തിന് കാവൽ നിൽക്കുക. കർത്താവിൻ്റെ സഭയ്ക്കും കർത്താവ് സഭയിലേൽപ്പിക്കുന്ന വിശ്വാസത്തിനും കാവൽ നിൽക്കുക. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ കുരയ്ക്കണം, കടിച്ചു കീറണം അവരെ. ഇതാണ് നായയുടെ പണി. കർത്താവിൻ്റെ വിശ്വാസത്തിന് ആരെങ്കിലും പോറലേൽപ്പിക്കാൻ വന്നാൽ, കർത്താവിൻ്റെ സഭയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ, കർത്താവിൻ്റെ സഭയിൽ വിശ്വാസം ആരെങ്കിലും നശിപ്പിക്കാൻ വന്നാൽ കുരയ്ക്കാനും കടിച്ചു കീറാനുമുള്ള ആ തീക്ഷ്ണത കർത്താവിൻ്റെ പട്ടി, കർത്താവിൻ്റെ നായ. കാവൽ പട്ടി, കാവൽ നായ എന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ്. ഞാൻ ചിലപ്പോൾ ഈ സഭയിലെ പാഷാണ്ഡതകൾക്കെതിരെയും ശീഷ്മയ്ക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ട് എന്താ പറയണേ? അടങ്ങ് മാണി എന്നാ പറയണേ. ഞാൻ കുരയ്ക്കുമ്പോൾ ഞാൻ കുരയ്ക്കുന്നു. കർത്താവിൻ്റെ നായിയായിട്ട് ജീവിക്കാനുള്ളൊരു എളിയ ശ്രമമാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അഹങ്കാരത്തോടു കൂടി കുരയ്ക്കുന്നതാണ്. അല്ല, കർത്താവിന് വേണ്ടി കുരയ്ക്കുകയാണ്. അതുപോലെ എനിക്ക് ജീവിക്കാനൊന്നും സാധിക്കുന്നില്ല എന്നുള്ള വേദന എനിക്കുണ്ട്. അത് കർത്താവിന് മുമ്പ് ഞാൻ അങ്ങേയറ്റം മാപ്പ് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ കുരയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പരിപൂർണനായതിനു ശേഷം വചനം പ്രഘോഷിക്കാൻ പറ്റുമോ? പരിപൂർണനായതിനു ശേഷം പാഷാണ്ഡതയെ പ്രതിരോധിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ വിശ്വാസം ആക്രമിക്കപ്പെടുമ്പോൾ, കർത്താവിനുള്ള വിശ്വാസം ആക്രമിക്കപ്പെടുമ്പോൾ, സഭയുടെ നിധി കുർബാന ആക്രമിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ പ്രഘോഷിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അവിടെ ഈ എളിമയേക്കാൾ കൂടുതൽ ചങ്കൂറ്റം, നെഞ്ചുറപ്പ് ആണ് ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കപടമായ എളിമ, കപടമായ വിനയം അത് ഞാൻ ശീലിച്ചിട്ടില്ല. വിനയം കാണിക്കാൻ വേണ്ടി വിനയം എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ എന്നിൽ അഹങ്കാരമുണ്ടാകാം, അത് മാനുഷികമാണ്. ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അതേസമയം കുരയ്ക്കാതിരിക്കാൻ പറ്റില്ല. ആരെയും ആക്ഷേപിക്കാനല്ല, പക്ഷേ എല്ലാ സമരമുറകൾക്കും കർത്താവിൻ്റെ കുർബാനയെ എടുത്ത് സമരം ചെയ്യുന്നത് മുഴുവൻ പരിശുദ്ധ കുർബാന കൊണ്ടാകുമ്പോൾ അതിനെതിരെ ആ അച്ഛന്മാർ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാൻ, അത് ശക്തമായിട്ട് പറയാൻ കർത്താവിൻ്റെ നായ ആയി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ഈ ഡൊമിനിക്കൻ സന്യാസമൂഹത്തിൻ്റെ സ്ഥാപകനായ ഡൊമിനിക്. ജനിച്ചത് 1170, മരിച്ചത് 1221. സ്പെയിനിൽ നിന്നുള്ള വിശുദ്ധനാണ്. കലയും ദൈവശാസ്ത്രവും പഠിച്ചു. എന്നാൽ സ്പെയിനിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ ഡൊമിനിക് തൻ്റെ സമ്പാദ്യവും വസ്ത്രവും സ്ഥാവര ജംഗം വസ്തുക്കളൊക്കെ ദരിദ്രർക്ക് വിതരണം ചെയ്തു. ഗൃഹോപകരണങ്ങളും പുസ്തകങ്ങളും വിറ്റ് ഭക്ഷണം വിതരണം ചെയ്തു. അമ്പരന്നുമായ കൂട്ടുകാരോട് ഡൊമിനിക് ചോദിച്ചു, മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ചത്ത മൃഗത്തിൻ്റെ തുകൽ ചുരുളുകൾ ഞാൻ പഠിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 25-ാം വയസ്സിലാണ് ഡൊമിനിക് ആശ്രമത്തിൽ ചേരുന്നത്.
ഫെർഡിനാൻഡ് രാജകുമാരന് ഭാര്യയെ തേടി ഡെൻമാർക്കിലെ അൽഫോൺസോ എട്ടാമൻ രാജാവിനെ കാണാൻ പോയ ഒസ്മായിലെ മെത്രാന്റെ കൂടെ ഡൊമിനിക്കും പോയിരുന്നു. ഡൊമിനിക്കിനെ ഡൊമിനിക് ഓഫ് ഓസ്മ എന്നും വിളിക്കാറുണ്ട്. ഈ യാത്ര ഒരു നയതന്ത്ര യാത്രയായിരുന്നു. വിവാഹാലോചന വിജയിച്ചു. പക്ഷേ പ്രതിസുദ്ധ വധു യാത്ര തിരിക്കും മുമ്പേ മരിച്ചുപോയി. അതോടെ ഡൊമിനിക്കിന്റെ ശ്രദ്ധ മുഴുവൻ സഭയുടെ നവീകരണമായി. കത്തോലിക്ക സഭയിലെ പോരായ്മ എന്ത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്താണത്? വിജ്ഞാനം, വിശുദ്ധി, വിനയം, തപസ് ഇവയില്ലാത്ത പുരോഹിതന്മാര്. വിജ്ഞാനം, വിശുദ്ധി, വിനയം, തപസ് ഇവയില്ലാത്ത പുരോഹിതന്മാരാണ് കത്തോലിക്ക സഭയുടെ പോരായ്മ. അതിനാൽ ഇതുകൊണ്ടാണ് സഭയുടെ സുവിശേഷ പ്രഘോഷണം കാര്യക്ഷമമാകാത്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം തപസ്സിൻ്റെ ജീവിതം ശീലിക്കാൻ തുടങ്ങി. മാംസം ഒഴിവാക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ ഉപവസിച്ചു. പല ദിവസങ്ങളിലും മൗനവ്രതത്തിൽ ഏർപ്പെട്ടു. ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങൾ വാങ്ങി. ഏറ്റവും മോശമായ താമസസ്ഥലം തിരഞ്ഞെടുത്തു. പലപ്പോഴും നഗ്നപാതനായി നടന്നു. യൂറോപ്പിലെ മഞ്ഞ് ഈ -20, 30, 40 ഡിഗ്രിയിൽ 1215 6 ശിഷ്യന്മാരുടെ കൂടെ ടുളൂസിലെ ധനികൻ സംഭാവന ചെയ്ത വീട്ടിൽ ഒരു സന്യാസമൂഹം തുടങ്ങി. അതാണ് ഡൊമിനിക്കൻസ്. പ്രാർത്ഥനയും പ്രായശ്ചിത്വവും മാത്രം പോരാ, സുവിശേഷം പ്രഘോഷിക്കാനുള്ള അയവും വേണം സന്യാസത്തിനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രാർത്ഥന പ്രായശ്ചിത്വം മാത്രം പോരാ, സുവിശേഷം പ്രഘോഷിക്കണം. അങ്ങനെ പ്രഘോഷകരുടെ സന്യാസക്രമം അദ്ദേഹം ആരംഭിച്ചു. കന്യാസ്ത്രീ നവീകരണത്തിനായി ഡൊമിനിക്കിൻ്റെ സേവനം കിട്ടാനായി മാർപ്പാപ്പ ഒരു ആശ്രമം പണിയാനുള്ള സ്ഥലം വിട്ടുകൊടുത്തു. അതാണ് പിന്നീട് 16-ാം ശതകത്തിൽ സെൻറ് തോമസ് കോളേജ് ആയും 20-ാം ശതകത്തിൽ അഞ്ചേലിക്കും റോമിൽ അഞ്ചേലിക്കുമായും രൂപാന്തരപ്പെട്ടത്. നമ്മുടെ അച്ഛന്മാർ പലരും അവരെ പോയി പഠിക്കുന്നുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയത്. അദ്ദേഹത്തെ നിലത്ത് കിടത്തി അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു, സ്നേഹവും എളിമയും ദാരിദ്ര്യവും എന്ന നിധി ഒരിക്കലും ഉപേക്ഷിക്കരുത്. സ്നേഹം, എളിമ, ദാരിദ്ര്യം ഇതാണ് നിധി. അതൊരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് അവസാനമായി പറഞ്ഞ് അദ്ദേഹം മരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചത്. സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട യാത്രകൾ, കഠിനമായ തപസ് ഇവ മൂലം ക്ഷീണിച്ച് 51 വയസ്സിലാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. സുവിശേഷം പ്രഘോഷിക്കുക, കർത്താവിൻ്റെ നായയായിട്ട് സുവിശേഷം പ്രഘോഷിക്കുക, കുരയ്ക്കുക. കർത്താവിൻ്റെ സഭയെയും കർത്താവ് നമ്മെ ഏൽപ്പിച്ച വിശ്വാസത്തെയും കൂതാശകളെയും ആരൊക്കെ ആക്രമിക്കാൻ വന്നാൽ അവർക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളെടുക്കുക. കുരയ്ക്കേണ്ടടുത്ത് കുരയ്ക്കുക, കടിക്കേണ്ടടുത്ത് കടിക്കുക. ഏതായാലും കർത്താവിൻ്റെ നായ, കർത്താവിൻ്റെ കാവൽപ്പട്ടി അതായി തീരാൻ നമുക്കും നമ്മുടേതായ തരത്തിൽ പരിശ്രമിക്കാം.